നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആൻറ്റിബോഡീസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരാറുണ്ട്. Antibodies are the antigen binding proteins present on the B cell membrane and secreted by plasma cells. ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൻറ്റിജൻ ബൈൻഡ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ആണ്. ഇത് ബി സെല്ലിന്റെ മെംബ്രെയിനിലാണ് പ്രസന്റ് ആയിരിക്കുന്നത്. ഇതിനെ സെക്രീറ്റ് ചെയ്യുന്നത് പ്ലാസ്മ സെൽസ് ആണ്. ആൻറ്റിബോഡീസ് ഓൾസോ നോൺ ആസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. ആൻറ്റിബോഡീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് IG എന്ന് പറഞ്ഞിട്ടാണ്. Secreted antibodies circulate in the blood where they serve as the effector of humoral immunity by searching out and neutralizing antigen or marking them for elimination. സെക്രീറ്റ് ചെയ്ത ആൻറ്റിബോഡീസ് ബ്ലഡിലാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്. ആൻറ്റിബോഡീസ് മെയിനായിട്ട് ആൻറ്റിജനെ എലിമിനേറ്റ് ആണ് ചെയ്യുന്നത്. ആൻറ്റിബോഡീസ് ആർ കെമിക്കലി ഗ്ലൈക്കോപ്രോട്ടീൻ ആൻഡ് പ്രസന്റ് ഇൻ ദ ബ്ലഡ് സിറം, tissue fluid and mucosal surface of vertebrate animals. ആൻറ്റിബോഡീസ് മെയിൻ ആയിട്ട് പറയുന്നത് ഗ്ലൈക്കോപ്രോട്ടീൻസ് എന്നാണ് പറയുന്നത്. ഇത് പ്രസന്റ് ആയിരിക്കുന്നത് വെർട്ടിബ്രേറ്റ്സിലാണ്. വെർട്ടിബ്രേറ്റ്സിലെ ബ്ലഡ് സിറം, ടിഷ്യൂ ഫ്ലൂയിഡ്, മ്യൂക്കസൽ സർഫേസ് ഇതിലൊക്കെയാണ് ഇത് കാണുന്നത്. സിറം ഗ്ലൈക്കോപ്രോട്ടീൻസ് ആർ സെപ്പറേറ്റഡ് ബൈ ഇലക്ട്രോഫോറസിസ്. ഗ്ലൈക്കോപ്രോട്ടീന് സിറത്തിലുള്ള ഗ്ലൈക്കോപ്രോട്ടീനെ മെയിൻ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത് ഇലക്ട്രോഫോറസിസ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻറ്റിബോഡിയുടെ സ്ട്രക്ചർ ആണ്. ദേ ആർ ലാർജ് ഗ്ലൈക്കോപ്രോട്ടീൻ. ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ഗ്ലൈക്കോപ്രോട്ടീൻസ് ആണ്. റോട്ട്നി ആർ പോട്ടർ ആൻഡ് ജെറാൾഡ് എം എഡിൽമാൻ ഡിസ്കവർ ദി ഇമ്മ്യൂണോഗ്ലോബുലിൻ സ്ട്രക്ചർ. റോട്ട്നി ആർ പോട്ടറും ജെറാൾഡ് എം എഡിൽമാനും ആണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് പഠിച്ചതിനെ റിവീൽ ചെയ്യുന്നത്. ഇവരുടെ ഈ വർക്കിന് നോബൽ പ്രൈസ് 1972 കിട്ടിയിട്ടുണ്ട്. All immunoglobulins are having basic Y-shaped structure. എല്ലാ ഇമ്മ്യൂണോഗ്ലോബുലിൻസിനും മെയിൻ ആയിട്ട് Y-shaped structure ആണെന്നാണ് പറയുന്നത്. It contain two similar light chains and two similar heavy chains which are covalently connected by disulfide bond near the hinge region. മെയിൻ ആയിട്ട് ആൻറ്റിബോഡീസിലെ രണ്ട് ലൈറ്റ് ചെയിനും രണ്ട് ഹെവി ചെയിനും പ്രസന്റ് ആയിരിക്കും. ഇതിനെ കണക്ട് ചെയ്യുന്നത് ഡൈസൾഫൈഡ് ബോണ്ട് വെച്ചായിരിക്കും. ഹിഞ്ച് റീജിയനിൽ വെച്ചിട്ടാണ് ഡൈസൾഫൈഡ് ബോണ്ട് വഴി ലൈറ്റ് ചെയിനും ഹെവി ചെയിനും ഒക്കെ കണക്ട് ചെയ്യുന്നത്. ഹെവി ചെയിൻ denotes H. It contains 440 to 450 amino acid, 50 to 70 kilodalton in weight. ഹെവി ചെയിൻ റെപ്രസെന്റ് ചെയ്യുന്നത് H എന്നൊരു അക്ഷരം കൊണ്ടാണ്. ഇതിലെ 440 മുതൽ 450 വരെ അമിനോ ആസിഡ്സ് പ്രസന്റ് ആയിരിക്കും. ഇതിന്റെ ഹെവി ചെയിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 50 നും 70 കിലോ ഡാൽട്ടനും ഇടയിലാണ് വരുന്നത്. ഹ്യൂമൻസിലെ 5 ടൈപ്പ് ഹെവി ചെയിൻ പ്രസന്റ് ആണ്. അതാണ് ആൽഫ, ഡെൽറ്റ, എപ്സിലോൺ, ഗാമ, മ്യൂ. ലൈറ്റ് ചെയിൻ ഡിനോട്ട് ചെയ്യുന്നത് L എന്ന് പറഞ്ഞ അക്ഷരം കൊണ്ടാണ്. അതിലെ 220 അമിനോ ആസിഡ് പ്രസന്റ് ആയിരിക്കും. വെയിറ്റ് എന്ന് പറഞ്ഞാൽ 25 കിലോ ഡാൽട്ടൻ ആയിട്ട് വരും. ഇൻ ഹ്യൂമൻസ് ദർ ആർ 2 ടൈപ്പ് ലൈറ്റ് ചെയിൻ, കാപ്പ ആൻഡ് ലാംഡ. ഹ്യൂമൻസിലെ 2 ടൈപ്പ് ലൈറ്റ് ചെയിൻ ആണ് പ്രസന്റ് ആയിരിക്കുന്നത്, കാപ്പയും ലാംഡയും. Each arm of the Y-shaped is composed of one light chain and one heavy chain joined by one sulfide bond. ഇമ്മ്യൂണോഗ്ലോബുലിൻ Y-shape ആണെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഈ Y കാണുന്ന ഈ ആമിലെ ഒരു ലൈറ്റ് ചെയിനും ഒരു ഹെവി ചെയിനും പ്രസന്റ് ആയിരിക്കും. അതിനെ ജോയിൻ ചെയ്യുന്നത് ഡൈസൾഫൈഡ് ബോണ്ട് വെച്ചിട്ടാണ് അതിനെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റെം കൺസിസ്റ്റ് ഓഫ് ഓൺലി 2 ഹെവി ചെയിൻസ് ജോയിൻഡ് ബൈ 2 ഡൈസൾഫൈഡ് ബോണ്ട്. സ്റ്റെമ്മിനെ ജോയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത് 2 ഡൈസൾഫൈഡ് ബോണ്ടായിട്ടാണ്. അത് പിക്ചറിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. Both heavy chain and light chain contain 2 different regions.
ഈ ലൈറ്റ് ചെയിനിലും ഹെവി ചെയിനിലും രണ്ട് സ്പെഷ്യൽ റീജിയൻ ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് വാരിയബിൾ റീജിയൻ എന്നും കോൺസ്റ്റന്റ് റീജിയൻ എന്നും. Variable region composed of 110 to 130 amino acid. വാരിയബിൾ റീജിയനിലെ 110 മുതൽ 130 ഇടയിലുള്ള അമിനോ ആസിഡ്സ് പ്രസന്റ് ആണ്. Variable region includes the end of the light VL and heavy chain VH. Variable regionിലെ ഹെവി ചെയിനെ VH എന്നും ലൈറ്റ് ചെയിനെ VL എന്നുള്ള പാർട്ടുമായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിലെ VL ഉം VH ഉം ആണ് ആന്റിജനെ മെയിൻ ആയിട്ട് ബൈൻഡ് ചെയ്യുന്ന ആന്റിബോഡിയിലെ സൈറ്റ്. വേറെ സൈറ്റിലൊന്നും കയറി ആന്റിജനെ ബൈൻഡ് ചെയ്യില്ല. VL VH എന്ന റീജിയനിലാണ് മെയിൻ ആയിട്ട് ബൈൻഡ് ചെയ്യുന്നത്. റീജിയൻ ബിയോണ്ട് ദ വാരിയബിൾ റീജിയൻ നോൺ ആസ് കോൺസ്റ്റന്റ് റീജിയൻ. വാരിയബിൾ റീജിയന്റെ താഴെ കാണുന്ന ഭാഗത്തിനെയാണ് കോൺസ്റ്റന്റ് റീജിയൻ എന്ന് പറയുന്നത്. കോൺസ്റ്റന്റ് റീജിയൻ ഇൻ ലൈറ്റ് ചെയിൻ നോൺ ആസ് CL. Constant region in heavy chain known as CH1, CH2, CH3. Constant region light chain constant region CL എന്നും constant heavy chain constant region CH1, CH2, CH3 എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഇനി ഒരു പിക്ചർ വരുന്നുണ്ട്, അതിൽ എല്ലാം റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് പിക്ചർ. ഇതിൽ നമുക്ക് ലൈറ്റ് ചെയിനും ഹെവി ചെയിനും കാണാൻ സാധിക്കും. ഇതിലെ VL എന്ന രണ്ട് പോർഷൻ കണ്ടില്ലേ, അവിടെയാണ് മെയിൻ ആയിട്ട് ആന്റിജൻ ബൈൻഡിങ് ആയിട്ട് നടക്കുന്നത്. പിന്നെ ഇതിൽ വാരിയബിൾ റീജിയൻ, കോൺസ്റ്റന്റ് റീജിയൻ, ഹിഞ്ച് റീജിയൻ ഇതൊക്കെ പ്രസന്റ് ആണ്. Chemical and enzymatic method are used for the identification of antibody structure. കെമിക്കലും എൻസൈമാറ്റിക്കുമായിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ആന്റിബോഡി സ്ട്രക്ചറിനെ കുറച്ചും കൂടി റിവീൽ ചെയ്തെടുത്തിട്ടുള്ളത്. Porter done by proteolytic treatment for the antibody by using papain enzyme and get 2 Fab and 1 FC region. പോർട്ടർ ഒരു എൻസൈം വെച്ചിട്ടാണ് ആന്റിബോഡിയുടെ സ്ട്രക്ചർ റിവീൽ ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രോട്ടിയോലൈറ്റിക് എൻസൈം ആണ്. മെയിനായിട്ട് യൂസ് ചെയ്തത് പപ്പായയിൽ നിന്ന് ലഭിക്കുന്ന പപ്പൈൻ എന്നുള്ള എൻസൈം ഉപയോഗിച്ചിട്ടാണ് പോർട്ടർ ഈ എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ളത്. ഈ എക്സ്പെരിമെന്റിൽ നിന്ന് ആൾക്ക് കിട്ടിയിട്ടുള്ളത് FAB എന്ന് പറഞ്ഞിട്ടുള്ള റീജിയനും FC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റീജിയനും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായി. ഇതാണ് ആദ്യം കാണുന്ന ഇതാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. അതിനെ പപ്പൈൻ ഡൈജഷൻ വഴി FAB എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പോർഷനും FC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷനും കിട്ടിയിട്ടുണ്ട്. FAB region contain one light chain and one heavy chain bind with one disulfide bond. FAB എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ഒരു ലൈറ്റ് ചെയിനും ഒരു ഹെവി ചെയിനും ഉണ്ട്. അതിനെ ബൈൻഡ് ചെയ്തിരിക്കുന്നത് ഡൈസൾഫൈഡ് ബോണ്ട് വെച്ചിട്ടാണ്. ഈ ഫ്രാഗ്മെന്റ്സിനാണ് ആന്റിജൻ ബൈൻഡിങ് കപ്പാസിറ്റി ഉണ്ടായിരിക്കുക. FABയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഫ്രാഗ്മെന്റ് ഓഫ് ആന്റിജൻ ബൈൻഡിങ് എന്നാണ്. FC region do not have any antigen binding activity. ഫാബിന് താഴെ കാണുന്ന പോർഷൻ ആണ് FC region. ഇതിന് ആന്റിജൻ ബൈൻഡിങ് കപ്പാസിറ്റി ഇല്ല. It consists constant region of heavy chain bind with a 2 disulfide bond. ഇത് കോൺസ്റ്റന്റ് റീജിയൻ, ഹെവി ചെയിനിലെ രണ്ട് കോൺസ്റ്റന്റ് റീജിയൻ ആണ്. ഇതിനെ ബൈൻഡ് ചെയ്തിരിക്കുന്നത് രണ്ട് ഡൈസൾഫൈഡ് ബോണ്ട് വെച്ചിട്ടാണ്. These fragments are crystallized during cold storage, so known as fragment crystallizable FC. ഈ FC പോർഷനെ നമുക്ക് കോൾഡ് സ്റ്റോറേജ് കൊടുത്തിട്ട് നമുക്ക് അതിനെ ക്രിസ്റ്റലൈസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇതിനെ ഫ്രാഗ്മെന്റ് ക്രിസ്റ്റലൈസബിൾ എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് FC എന്ന്. Gerald M. Edelman conducted chemical treatment with mercaptoethanol. Gerald M. Edelman mercaptoethanol എന്ന് പറഞ്ഞ കെമിക്കൽ വെച്ചിട്ടാണ് ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ളത്. ഈ മെർകാപ്റ്റോഎത്തനോളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊരു റെഡ്യൂസിങ് ഏജന്റ് ആണ്. അതിന് മെയിൻ കപ്പാസിറ്റി എന്താണെന്ന് വെച്ചാൽ ഡൈസൾഫൈഡ് ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി മെർകാപ്റ്റോഎത്തനോൾ ഉണ്ട്. അങ്ങനെ അദ്ദേഹം അത് ചെയ്തപ്പോൾ റിസൾട്ടിംഗ് ആയിട്ട് അദ്ദേഹത്തിന് കിട്ടിയത് രണ്ട് ഐഡന്റിക്കൽ ചെയിൻ ആയിട്ടുള്ള ചെയിൻസിനാണ് കിട്ടിയിട്ടുള്ളത്. അതായത് 22 കിലോ ഡാൽട്ടൺ വെയിറ്റ് ഉള്ള ലൈറ്റ് ചെയിനും 53 കിലോ ഡാൽട്ടൺ വെയിറ്റ് ഉള്ള ഹെവി ചെയിനാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ എക്സ്പെരിമെന്റ്
എക്സ്പെരിമെന്റിന്റെ എക്സ്പ്ലനേഷൻ ആണിത്. ആന്റിബോഡിന്റെ മെർക്കാപ്റ്റത്തിനോളം വെച്ച് ചെയ്യുമ്പോൾ ഐഡന്റിക്കൽ ആയിട്ടുള്ള 2 ഹെവി ചെയിനും 2 ലൈറ്റ് ചെയിനും ആണ് കിട്ടിയിട്ടുള്ളത്. ഇതിന്റെ വെയിറ്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. Another experiment done by Albert Nisnoff using enzyme pepsin. പിന്നീട് ഒരു എക്സ്പെരിമെന്റും കൂടി ചെയ്തിട്ടുള്ളത് ആൽബർട്ട് നിസ്നോഫ് ആണ്. പെപ്സിൻ എൻസൈം ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഈ എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ളത്. പെപ്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രോട്ടിയോലൈറ്റിക് എൻസൈം ആണ്. ഇറ്റ് ക്ലീവ് കാർബോക്സി ടെർമിനൽ സൈറ്റ് ഓഫ് ദി ഡൈസൾഫൈഡ് ബോണ്ട് റിസൾട്ടിംഗ് ഫ്രാഗ്മെന്റ് നോൺ ആസ് FAB prime all twice. ഈ പെപ്സിൻ എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡൈസൾഫൈഡ് ബോണ്ടിന്റെ കാർബോക്സി ടെർമിനൽ സൈറ്റിൽ വെച്ച് ക്ലീവ് ചെയ്തു. എന്നിട്ട് റിസൾട്ടിംഗ് ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ് FAB prime all twice എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു പോർഷൻ. പിന്നെ കുറച്ച് FC ഫ്രാഗ്മെന്റ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇതാണ് ആന്റിബോഡി അതിനെ പെപ്സിൻ വെച്ചിട്ട് ട്രീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് FAB prime dash all twiceഉം കുറച്ച് FC ഫ്രാഗ്മെന്റ്സും ആണ് ഈ എക്സ്പെരിമെന്റിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.